നിങ്ങളൊന്നും ബേജാറാണ്ട, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എടുത്തിട്ട് ഞാൻ കൊടുത്തു. ആ വീട്ടുകാരൻ എൻ്റെ അടുത്തേക്ക് നല്ലൊരു ബോക്സുമായിട്ട് വരുന്നു, ഒരു നല്ലൊരു ബോക്സ്. ആ ബോക്സ് അദ്ദേഹം കൊണ്ട് പൊട്ടിച്ചു. നോക്കുമ്പോൾ നല്ലൊരു റാഡോ വാച്ച്, എൻ്റെ ഈ കയ്യിലുള്ള ഇപ്പോഴത്തെ ഈ കാണുന്ന വാച്ച് അദ്ദേഹം എടുത്തിട്ട് നിങ്ങളുടെ എൻ്റെ കയ്യിൽ ഇങ്ങോട്ട് കെട്ടിത്തന്നു. മാഷാ അല്ലാഹ്, തങ്ങൾ ഇതെന്നോ വിചാരിക്കുന്നതാണ് അദ്ദേഹം കെട്ടി തന്നു. അദ്ദേഹത്തിന് നല്ല ബർക്കത്ത് ചെയ്യട്ടെ. ഞാൻ കർണാടകയിലൊരു പരിപാടിക്ക് അവിടെ പോയി. 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വരികയാണ്. തിരിച്ചു വരുമ്പോൾ കോഴിക്കോട് ട്രെയിൻ ഇറങ്ങി അങ്ങനെ മർക്കസ് കോംപ്ലക്സ് പള്ളിയിൽ 2 ദിവസത്തെ പരിപാടി കഴിഞ്ഞ് അപ്പോൾ ക്ഷീണമുണ്ട്. മർക്കസ് കോംപ്ലക്സ് പള്ളിയിലെത്തി. അവിടെ ലോറസ്കരിച്ചൊന്ന് പള്ളിൻ്റെ മുകൾ ഭാഗത്ത് ചെന്നിട്ട് ഒന്ന് കിടന്നു. നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ മുകൾ ഭാഗത്ത് ചെന്ന് ഭക്ഷണം കഴിച്ച് ലോറസ്കരിച്ച് കിടക്കുകയാണ്. അപ്പോൾ എൻ്റെ തൊട്ടപ്പുറത്ത് 1-2 ആൾക്കാർ അതുപോലെ വിശ്രമിക്കാൻ വന്നിട്ടുണ്ട്. അങ്ങനെ കിടന്നു. ഞാൻ വന്ന് ഉറങ്ങി. തൊട്ടടുത്തുള്ള ഒരാൾ, അദ്ദേഹം ഒരു ഉസ്താദാണ്. അദ്ദേഹം ഉറങ്ങുകയാണ്. ഇപ്പുറത്ത് വേറൊരാൾ ഉറങ്ങുന്നുണ്ട്, അപ്പുറത്ത് വേറൊരാളുണ്ട്. ഒക്കെ അങ്ങനെ കിടക്കുന്നത് വിശ്രമിക്കുകയാണ്. ഞാനും അവിടെ നിന്ന് കിടന്നു. അങ്ങനെ കിടന്ന് ഞാനങ്ങ് ഉറങ്ങിപ്പോയി. ഉറങ്ങിയപ്പോൾ സുബ്ഹാനല്ലാഹ്, കുറച്ചങ്ങോട്ട് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ തൊട്ടടുത്തുള്ളൊരു ആ ഉസ്താദ് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് ഒരു വെപ്രാളം കാണിച്ചു. അപ്പം ഞാനും അദ്ദേഹത്തിന് എൻ്റെ മേലിൽ തട്ടിയപ്പോൾ ഞാനും ഞെട്ടി എഴുന്നേറ്റു. അദ്ദേഹങ്ങൾ ബേജാറിലാണ്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ്, നിങ്ങൾക്ക് എന്താ വിഷമമുണ്ടായത്? അപ്പോൾ അദ്ദേഹം ബേജാറായി പറഞ്ഞു, എൻ്റെ ഒരു വാച്ച് ഉണ്ടായിരുന്നു, വാച്ച് കാണുന്നില്ല, മോഷ്ടിക്കപ്പെട്ടു. ഞാൻ അവിടേക്ക് പരിധി നോക്കി, എവിടെയില്ല, അതാരോ എടുത്തു കൊണ്ടുപോയത്. അസാധു മനുഷ്യൻ ബേജാറിലാണ്. അദ്ദേഹത്തിൻ്റെ ടെൻഷനും ബേജാറും കണ്ടപ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇരുന്നിട്ട് ഞാൻ അദ്ദേഹത്തിന് പരിചയപ്പെട്ടു. അല്ല, നിങ്ങൾ നാട് എവിടെയാണ്? നാട് പറഞ്ഞ്, എന്തെങ്കിലും വിഷയം എന്താണ്, പ്രശ്നം എന്താണ്? നമ്മൾ എന്തിനേ എങ്ങനെയാണ് ഒരു നല്ലൊരു സബറോട് കൂടെ നേരിടണം. എടുത്തു ചാടരുത്. ഭാര്യയോട്, മക്കളോട്, കൂട്ടുകാരോട്, കുടുംബങ്ങളോട് കേൾക്കുമ്പോഴേക്കും അങ്ങ് പ്രതികരിക്കേണ്ട. ചെറിയ മക്കൾ പറയുന്ന ചില വിഷയത്തിലൊക്കെ ചിലപ്പോൾ കാമ്പുകളുണ്ടാവും. മക്കൾ പറഞ്ഞാലൊന്ന് കേൾക്കുക, ഉൾക്കൊള്ളുക, എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും. അങ്ങനെ എന്തിനേയും സബർ, അത് ആരിഫിയുടെ ലക്ഷണം അങ്ങനെയാണ്. ഇപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ടെൻഷൻ? അദ്ദേഹം ഭയങ്കര ടെൻഷൻ പറഞ്ഞു, എനിക്കൊരു വാച്ച് ഉണ്ടായിരുന്നു, ആ വാച്ച് കഷ്ടപ്പെട്ടു പോയി, ബേജാറാന്ന് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വെപ്രാളം കാണിച്ചു. ശരി കൂട്ടുകാരാ, ഞാൻ പറഞ്ഞു, നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ വാച്ചിന് എത്ര രൂപ വില ഉണ്ടാവും അദ്ദേഹത്തോട്. അയാൾ ആലോചിച്ച് പറഞ്ഞു, ഒരു 1200-1300 റുപ്യൻ്റെ അടുത്ത റേഞ്ച്, പഴയ സിറ്റിസൺ വാച്ചാണ്. ആ ശരി, കുഴപ്പമില്ല, വാച്ചാണല്ലോ നിങ്ങളുടെ പ്രശ്നം, പരിഹാരം ഉണ്ടാക്കാം. എന്നോട് നിങ്ങൾ എങ്ങനെയാണ് പരിഹാരം ഉണ്ടാക്കുക? ഞാൻ പറഞ്ഞു, പരിഹാരമുണ്ട്. അപ്പം ഞാൻ എൻ്റെ കയ്യിൽ അന്നുണ്ടായത് അതിന് മുന്തിയൊരു നല്ലൊരു ഫ്രഷ് വാച്ചായിരുന്നു. ഏകദേശം 2000 റുപ്യൻ്റെ അങ്ങോട്ടുള്ള വിലയുള്ള വാച്ചാണ്. നിങ്ങളൊന്നും ബേജാറാണ്ട, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എടുത്തിട്ട് ഞാൻ കൊടുത്തു. അതൊരു കിബർ പറയല്ല. നമ്മുടെ മനസ്സ് നമ്മളങ്ങ് വിശാലമാക്കിയാൽ അല്ലാഹു തആല വേറെ അങ്ങ് തരും, സംശയമില്ല. അനുഭവം നമ്മുടെ മുമ്പിൽ, നിങ്ങൾക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുമല്ലോ. അല്ലാഹു തആല നമുക്ക് നമ്മുടെ മനസ്സിൻ്റെ അവസ്ഥ പോലെ അല്ലാഹു ആക്കി തരുമോ? ഞാൻ എൻ്റെ കയ്യിലുള്ള വാച്ച് ഊരി കൊടുത്തത് എൻ്റെ വിഷമാവസ്ഥ കണ്ടിട്ട് വേഗം കൊടുത്തു. അവത്തിന് വേണ്ട, അല്ല നിങ്ങൾ കെട്ടിക്കോളി, സന്തോഷത്തോടെ ഒരു ബേജാറുകളാവണ്ട എന്ന് പറഞ്ഞു. ഞാനത് കഴിച്ചിട്ട് കൊടുത്തു. രസം അവിടെ അല്ല, അദ്ദേഹത്തിന് സന്തോഷമായി. പിന്നെ എന്നോട് ചോദിച്ചു, നിങ്ങളുടെ നാട് എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞ സാധു മനുഷ്യനാണ്. എന്നാലും നിങ്ങൾ നാടെന്ന് പറയും, വാവാടാണെന്ന്. നിങ്ങളുടെ പേരെന്ന് പറയും. മഷൂർ മുല്ലക്കോയ തങ്ങൾ എന്ന് പറഞ്ഞു. തങ്ങളാണല്ലേ, മാഷാ അല്ലാഹ്. ഞാൻ പറഞ്ഞ ബേജാറാണ്, ടെൻഷൻ പറഞ്ഞ് സന്തോഷം പറഞ്ഞ് ഞങ്ങളവിടെ ഇരുന്നു. മാഷാ അല്ലാഹ്. പിറ്റേന്ന് എനിക്ക് പരിപാടി നിലമ്പൂരാണ്. നിലമ്പൂർ വഴിക്കടവിൻ്റെ അടുത്തൊരു പരിപാടി, സ്വലാത്ത് വാർഷികത്തിൻ്റെ പരിപാടി. ഞാൻ അവിടെ ചെന്നു. അങ്ങനെ അവിടെ പരിപാടി കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിലിരുന്നു. സാധാരണ ഇടയ്ക്കിടയ്ക്ക് പോകുന്നൊരു വീടാണ്.
അവിടെ ഭക്ഷണം കഴിക്കാനിരുന്നു. മാഷാഅല്ലാഹ് ഭക്ഷണം കഴിച്ച് അവിടെ റെസ്റ്റ് എടുക്കുമ്പോൾ ആ വീട്ടുകാരൻ എൻ്റെ അടുത്തേക്ക് നല്ലൊരു ബോക്സുമായിട്ട് വരുന്നു. ഒരു നല്ലൊരു ബോക്സ്. ആ ബോക്സ് അദ്ദേഹം കൊണ്ട് പൊട്ടിച്ചു. നോക്കുമ്പോൾ നല്ലൊരു റാഡോ വാച്ച്, എൻ്റെ ഈ കയ്യിലുള്ള ഇപ്പോഴത്തെ ഈ കാണുന്ന വാച്ച് അദ്ദേഹം എടുത്തിട്ട് നിങ്ങളുടെ എൻ്റെ കയ്യിൽ ഇങ്ങോട്ട് കെട്ടിത്തന്നു. മാഷാ അല്ലാഹ്, തങ്ങൾ ഇതെന്നോ വിചാരിക്കുന്നതാണ് അദ്ദേഹം കെട്ടി തന്നു. അദ്ദേഹത്തിന് നല്ല ബർക്കത്ത് ചെയ്യട്ടെ. എന്ത് പറയുന്നു, ഇതൊന്നും മുൻകൂട്ടി ചിന്തിച്ചിട്ടല്ല നമ്മൾ. ആ സമയത്തുള്ളൊരു വിഷമത്തിൽ നമ്മൾ ഇടപെടുന്നു. അതിൻ്റെ മനസ്സിൻ്റെ വിശാലത എങ്ങനെയാണ്? അള്ളാഹു നമുക്ക് മറ്റുള്ള വഴികളെല്ലാം അങ്ങ് തുറന്നു തരും. എന്തോ അങ്ങനെയാണ്. അള്ളാഹു തആല നമുക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഉയരണം, വളരണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതാണ് ഈ മഹബത്തിൻ്റെ ലോക. അള്ളാഹു എന്നുള്ള ശബ്ദം. അള്ളാഹുവിനെ ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ബഹുമാനപ്പെട്ട കൽപ്പറ്റ സൂപ്പി പാപ്പ ഏത് സമയത്ത് എന്നാലും ബഹുമാനപ്പെട്ടവർ വയനാട്ടിലെ കൽപ്പറ്റ പീഡികക്കൊലായിൽ പാതിരാസമയം നിശയുടെ നിശബ്ദത, ഇരുളിൻ്റെ ചുരുൾ, അല്ലാഹു അല്ലാഹു അല്ലാഹ് എന്നുള്ള ആ ചിന്തയിൽ ഇങ്ങനെ ജീവിക്കാം.